എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രെഡ് കൊണ്ട് കുറഞ്ഞ ചേരുവയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. രാവിലത്തെ ചൂട് ചായൻ്റെ കൂടെയായാലും വൈകുന്നേരത്തെ ചൂട് ചായൻ്റെ കൂടെയായാലും ഇതൊരെണ്ണം മതി. വയറും മനസ്സും ഒരുപോലെ നിറയാൻ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. പിന്നെ 1/4 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഏലക്കാപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. ഏതാണോ നിങ്ങൾക്കിഷ്ടം അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. മുട്ട മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കിയ മുട്ടയിലേക്ക് ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് മുക്കിയെടുക്കുക. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഞാനിതാ ഇതുപോലത്തെ ചീസ് സ്ലൈസാണ് എടുത്തതിന്. അതൊന്ന് അതിൻ്റെ കവറൊന്ന് മാറ്റിയതിന് ശേഷം അത് നമ്മൾ മുക്കിയിട്ട് വെച്ച ബ്രെഡിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു ബ്രെഡ് എടുക്കുക. എന്നിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ഈ ഒരു ചീസെല്ലാം വെച്ചതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. വീണ്ടും ചീസ് വെച്ച് കൊടുക്കുക. വീണ്ടും ഒരു ബ്രെഡും കൂടെ നന്നായിട്ട് മുട്ടയിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. ഒന്നുകിൽ എല്ലാം റെഡിയാക്കിയതിന് ശേഷം പൊരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരെണ്ണം റെഡിയാക്കിയിട്ട് പൊരിച്ചെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് റെഡിയാക്കിയിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂണോളം ബട്ടർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ബ്രെഡ് വെച്ചിട്ട് ഒരു 1/2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചാൽ മതി കേട്ടോ, തീ കൂട്ടി വെക്കണ്ട, കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിൽ ഒരു 1/2 മിനിറ്റോളം വെക്കുക. എന്നിട്ട് ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒരു 1/2 മിനിറ്റോളം വെച്ചിട്ട് വീണ്ടും ഒന്ന് മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. 1 മിനിറ്റോളം ചെറിയ തീയിൽ അടച്ച് വെക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ ഉള്ളിൽ വെച്ച ആ ഒരു ചീസൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടിക്കോളും. നന്നായിട്ട് ചൂടായി മെൽറ്റാവും. അതിന് വേണ്ടിയിട്ട് 1 മിനിറ്റോളം അടച്ച് വെക്കുക. അപ്പോൾ ഇതാ നമ്മൾ അടച്ച് വെച്ചിട്ട് 1 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഓയിലും കൂടെ ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു 4 സൈഡും നമുക്കൊന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് 4 സൈഡും ഒന്ന് ചെറുതായിട്ട് മൊരിയിച്ചെടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചെല്ലാം ഇട്ടിട്ട് 4 സൈഡും ഇതുപോലെ നന്നായിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ചൂടോടെ തന്നെ നിങ്ങൾക്ക് ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഉള്ളിൽ ചീസ് ഉള്ളത് കൊണ്ട് തന്നെ ചൂടോടെ ഇത് കഴിക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലത്തെ ചൂട് ചായൻ്റെ കൂടെയായാലും വൈകുന്നേരത്തെ ചായൻ്റെ കൂടെയായാലും ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റാണ്. നമുക്കിതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഹണി ഇതുപോലെ ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.